നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേ ഫൈനലുമായി ബന്ധപ്പെട്ട ഹൈ ഡ്രാമ തുടരുകയാണ്. റഫറിമാരുടെ പ്രസ് കോൺഫറൻസിൽ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതിപ്പോൾ കൃത്യമായിട്ട് റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്യുന്നു. അതായത് റഫറിമാർ അവർക്കെതിരെ റയൽ മാഡ്രിഡ് TV ഒരു വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്നത്. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വാർ റൂമിലിരിക്കുന്ന റഫറി ഞങ്ങൾ ഇനിയും കടുപ്പിക്കും എന്ന തരത്തിൽ ഭീഷണി സ്വരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇനി റഫറിമാർ എന്ത് പറഞ്ഞു എന്നുള്ളതിലേക്ക് അടക്കുന്നില്ല. ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു റയൽ മാഡ്രിഡ് ഈ റഫറിമാർക്കെതിരെ നടപടി ഉണ്ടാക്കണം. അവരുടെ വൈരാഗ്യം, റയലിനോടുള്ള വൈരാഗ്യം വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ഫൈനൽ മത്സരത്തിൽ ഇങ്ങനെ അതിൻ്റെ തൊട്ട് തലേന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പാർഷ്യലായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നതിന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ റയൽ മാഡ്രിഡ് അറിയിക്കുന്നു. റയൽ മാഡ്രിഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. റയൽ മാഡ്രിഡ് ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. റയൽ മാഡ്രിഡ് ഈ റഫറിമാരുടെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്, കോപ്പ ഡെൽ റേ ഫൈനലിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഈ റഫറിമാരുടെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് അൺആക്സെപ്റ്റബിൾ ആയിട്ടാണ് കാണുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പ്രൊട്ടസ്റ്റുകൾ തീർച്ചയായിട്ടും വളരെ സർപ്രൈസിംഗ്ലി റയൽ മാഡ്രിഡിൻ്റെ ഒരു മീഡിയ ഔട്ട്ലെറ്റ്, അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉള്ളതാണ് റയൽ മാഡ്രിഡ് TV, അതിലൊരു വീഡിയോ എടുത്തുകൊണ്ട് ഫൈനൽ മത്സരത്തിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഡെലിബറേറ്റ്ലി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അതും വൺസ് അഗെയിൻ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ക്ലബിനോടുള്ള ആ ഒരു വൈരാഗ്യം, അവരുടെ ഹോസ്റ്റാലിറ്റി, ഈ റഫറിമാരുടെ ഹോസ്റ്റാലിറ്റി ഒക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ത്രെട്ടണിങ് ടോണിലാണ് അവർ സംസാരിക്കുന്നത്. റഫറിമാരുടെ യൂണിറ്റിയും മറ്റുമൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ്, ഒബ്ജക്റ്റിവിറ്റി, ഇമ്പാർഷ്യാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ടൂർണമെൻറ്റ് ഫൈനലിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ സീരിയസ്നെസ് കണക്കിലെടുത്തുകൊണ്ട് റയൽ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നത് RFEF ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡിയാണല്ലോ, അവർ തീർച്ചയായിട്ടും അക്കോർഡിംഗ്ലി ആക്ട് ചെയ്യണം, നടപടികൾ എടുക്കണം, നെസറി മെഷേഴ്സ് എടുക്കണം. അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസ്റ്റീജ് ഡിഫെൻഡ് ചെയ്യാൻ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും എന്താവും സംഭവിക്കാൻ പോകുന്ന RFEFൻ്റെ മറുപടി എന്താകും കാത്തിരുന്ന് കാണാം. RFEF എന്തായാലും റഫറിമാരെ മാറ്റാൻ തയ്യാറല്ല എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.